അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കാർത്തേജിലെ ജൂലിയ എന്നും കൊർസിക്കോയിലെ ജൂലിയ എന്നും അറിയപ്പെട്ടിരുന്ന ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം പുൽകിയ കന്യകയാണ് വിശുദ്ധ ജൂലിയ, കൊർസിക്കോയുടെ മധ്യസ്ഥയും. അടിമയെങ്കിലും ഈശോയെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമുള്ളിടത്തോളം കാലം ഞാൻ അടിമയല്ല എന്നാണ് രക്തസാക്ഷിത്വം പുൽകിയപ്പോൾ അവൾ പറഞ്ഞത്. അവളെ കവിളത്തടിച്ച് അവളുടെ തലയിലെ മുടി പറിച്ചു കളഞ്ഞ് ആ കന്യകയെ മരണത്തോളം അവർ കുരിശിൽ തറച്ചു. ഈശോയെ മാത്രം ആരാധിക്കുന്നതിന് സ്വാതന്ത്ര്യം കണ്ടെത്തിയ അവൾ ഈശോയെ പോലെ കവിളത്തടിക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് ഈശോയുടെ ഐക്യപ്പെട്ട് സ്വർഗത്തിലെ പ്രകാശം പുൽകി. ആത്മാവിലും സത്യത്തിലും അവിടുത്തെ നിരന്തരം ആരാധിച്ച് നമുക്കും സ്വാതന്ത്ര്യം അനുഭവിക്കാം. പുതിയ ദിനത്തിലേക്ക് കന്യകയായ വിശുദ്ധ ജൂലിയായോടൊപ്പം സ്വാതന്ത്ര്യത്തോടെ യാത്രയാകാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.